ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കിയോ, ഞാനിപ്പോൾ ഇതിലിപ്പോൾ ശ്രുതി എടുക്കുകയാണ്. ശ്രുതി ഒരു ജോലിക്ക് കയറിയെന്ന് വിചാരിക്കുക. ശ്രുതി രാവിലെ 10 മണിക്ക് ജോലിക്ക് കയറി. പുതിയൊരു കമ്പനിയാണ്. ശ്രുതിയുടെ ഓണറാണ് ആര്? മിസ്റ്റർ നീരജ്. ആരാണ്? നീരജ് ബിസിനസ് തുടങ്ങി. ബിസിനസ് തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യുന്നു? അയാൾ എത്ര രൂപയ്ക്കാണ് ബിസിനസ് തുടങ്ങിയത്? 5 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്. 5 ലക്ഷം രൂപ. തന്നല്ലോ. ഡൗട്ട് ഉണ്ടോ? ഇതിന്റെ ജേണൽ നിങ്ങളൊന്ന് പറയാൻ ശ്രമിച്ചു. ഇതിന്റെ ജേണൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ശരിക്കും നമുക്ക് ജേണൽ ഒന്നും നമ്മൾ പഠിച്ച് സമയം കളയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ക്യാഷിന്റെ പൊസിഷൻ എപ്പോഴും അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ പണ്ടൊക്കെ നിയമം വെച്ചാണ് പഠിച്ചിട്ടുള്ളത്. ഡെബിറ്റ് വാട്സ് കംസ് ഇൻ, ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട്, നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓക്കെ. നമ്മൾ എന്നാ ഇവിടെ അങ്ങനെ ഒന്നുമല്ല പഠിക്കുന്നത്. നിങ്ങൾ ആരാണ്? നിങ്ങൾ അക്കൗണ്ടന്റ് ആണ്. നിങ്ങൾ ആരെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? കമ്പനി. നിങ്ങൾ കമ്പനീനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഒരിക്കലും ഓണറിനെ അല്ല. നിങ്ങൾ ആരെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? കമ്പനീനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ കമ്പനീനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും ആരെ റെപ്രസെന്റ് ചെയ്യുന്നില്ല? ഓണറിനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്നെ കാണാമല്ലോ അല്ലേ? എന്നെ കാണാമല്ലോ. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾ കമ്പനിയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ്, അതായത് നിങ്ങളുടെ ബിസിനസ്സിലുള്ള ക്യാഷ് കൂടിയാൽ ക്യാഷ് എവിടെ വരും? മുകളിൽ വരും. എവിടെ വരും? മുകളിൽ വരും. നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് കുറഞ്ഞാൽ നിങ്ങൾ എവിടെ വരും? താഴെ വരും. അത്രേ ഉള്ളൂ. ബിസിനസ്സിലുള്ള ക്യാഷ് കൂടിയാൽ എവിടെ വരും? മേളിൽ വരും. ബിസിനസ്സിലുള്ള ക്യാഷ് കുറഞ്ഞാൽ എവിടെ വരും? ഒന്നുകൂടി, ബിസിനസ്സിലുള്ള ക്യാഷ് കൂടിയാൽ എവിടെ വരും? മുകളിൽ വരും. ബിസിനസ്സിലുള്ള ക്യാഷ് കുറഞ്ഞാൽ താഴെ. അപ്പൊ നിങ്ങൾ ജേണൽ പഠിച്ചു കഴിഞ്ഞു. എല്ലാ ജേണലും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇനി നമ്മൾ ജേണൽ പഠിക്കുന്നതല്ല. ഓക്കെ, ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ അതാ ഇവിടെ നോക്കിക്കേ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ പറഞ്ഞു വന്ന എന്താണ്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസിനസ്സിൽ ക്യാഷ് വരുമോ പോവോ? ക്യാഷ് വരുന്നു എന്ന് പറഞ്ഞാൽ ക്യാഷ് കൂടുന്നു എന്നല്ലേ? ക്യാഷ് കൂടുമ്പം ക്യാഷ് എവിടെ വരും? ഡെബിറ്റും ക്രെഡിറ്റും ഒന്നും ഇവിടെ ഇല്ല. മുകളിൽ വരും. അപ്പൊ എന്താ ജേണല്? ക്യാഷും ക്യാപിറ്റലും. ആണോ അല്ലേ? ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. രണ്ടാമത്തത് ബൗട്ട് ടു ഫർണിച്ചർ. ഫർണിച്ചർ വാങ്ങിച്ചു. അതായത് ബിസിനസ്സിലെ ക്യാഷ് കൂടോ കുറയോ? കുറയുമ്പോ ക്യാഷ് എവിടെ വരും? താഴെ വരും. അപ്പൊ മുകളിൽ എന്താണ്? ഫർണിച്ചറും ക്യാഷ്. അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സാധനം വാങ്ങിച്ചു. ബിസിനസ്സിലെ ക്യാഷ് കൂടോ കുറയോ? ഇല്ലേ? താഴെ. ബിസിനസ്സിലെ ക്യാഷ്, നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ബിസിനസ്സിലെ ക്യാഷ് കുറയും, ക്യാഷ് താഴെ വരും, മുകളിൽ പർച്ചേസ്. ഡൗട്ട് ഉണ്ടോ? കാവ്യ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സാധനം വിറ്റു. ക്യാഷ് മുകളിൽ വരും, കാരണം ക്യാഷ് കൂടി, സെയിൽസ് താഴെ. അടുത്ത് പെയ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഫോർ ഫർണിച്ചർ പർച്ചേസ്ഡ് ₹5,000. ക്യാഷ് താഴെ, മുകളില് ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആണെന്നാണ് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളത്. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അല്ല എഴുതേണ്ടത്. ഇവിടെ മുകളില് ഫർണിച്ചർ എന്നുള്ള ഒരു പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഓൾറെഡി മുകളിൽ ഫർണിച്ചർ എന്നുള്ള ഒരു പേരുണ്ട്. അതായത് ഇവിടെ 1,20,000 നമ്മൾ ഫർണിച്ചർ വാങ്ങിച്ചു. കണ്ടോ? അത് കൊണ്ടുവരാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജാണ് 5,000. തന്നല്ലോ. അവിടെ നിങ്ങൾ QRC ഒരു TV വാങ്ങുന്നു. QRC നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു TV വാങ്ങുന്നു. QRC TV വാങ്ങിച്ചാൽ എത്ര രൂപയായി? ഞാൻ പറയുന്നു അതിനൊരു ഒരു 20,000 രൂപയായി. എത്രയായി? 20,000 രൂപ. അത് നിങ്ങളൊരു വണ്ടി പിടിച്ചു കൊണ്ടുവന്നു, ഓട്ടോ പിടിച്ചു കൊണ്ടുവന്നു, അതിന് 1000 രൂപയായി. TVക്ക് മൊത്തം എത്ര രൂപയായി? 21,000. അപ്പുറത്തെ ചേച്ചി ചോദിക്കണം, മക്കളെ TV എത്രയാന്ന് ചോദിക്കണം. നിങ്ങൾ എത്രയെന്ന് പറയും? 20 എന്ന് പറയും. 1000 രൂപ ഇവിടെ പോയി.
ഓട്ടോയ്ക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ അയക്കോ? ഒരു പ്രശ്നവുമില്ല. 1000 രൂപ ഓട്ട നമ്മളത് പറയുന്നില്ല. പക്ഷെ ബിസിനസ്സിൽ അങ്ങനെയല്ല. ഒരു ഫിക്സഡ് അസറ്റ് എടുത്ത് അത് റെഡി ടു യൂസ് ആകുന്നത് വരെ എത്ര രൂപ ചെലവായോ അതെല്ലാം ആ അസറ്റിന്റെ പേരിലാണ്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഇവിടെ പെയ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന് പറഞ്ഞാല് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് തന്നെയാണ്. മനസ്സിലായ? മനസ്സിലായി. ഫിക്സഡ് അസറ്റിന്റെ പേരിൽ തന്നെ ഇടുക, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇല്ലെങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞ് ആര് നിങ്ങൾ ഓണറെ വിളിച്ച് ചോദിക്കും ഇത് ഏത് പെയ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോകും. മറ്റത് അതെന്ത് ചെയ്യുക, ഫർണിച്ചറിന്റെ പേരിൽ കൊടുക്കുക, നരേഷനിൽ നിങ്ങൾ വേണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന് ഇട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. ഇനി പെയ്ഡ് റെന്റ്, വാടക കൊടുക്കുന്നു. കയ്യിലുള്ള ക്യാഷ് കൂടുകയോ കുറയോ? കുറയും. കുറയുമ്പം ക്യാഷ് താഴെ. താഴെ, മുകളിൽ റെന്റ്. കണ്ടോ? ജേണലിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ഒന്നും നോക്കണില്ല, നമുക്ക് അറിയാൻ പറ്റും. ചെലവ് വന്നാൽ ക്യാഷ് താഴെ, വരവ് വന്നാൽ ക്യാഷ് മുകളിൽ. ഓക്കെ. പെയ്ഡ് സാലറി കൊടുത്തു, കയ്യിലുള്ള ക്യാഷ് കൂടുകയോ കുറയോ? കുറയും. ക്യാഷ് കുറഞ്ഞാൽ ക്യാഷ് താഴെ. താഴെ, മുകളില് സാലറി. റിസീവ്ഡ് കമ്മീഷൻ കിട്ടി, കയ്യിലുള്ള ക്യാഷ് കൂടുകയോ കുറയോ? കുറയും. അല്ല, കൂടുകയോ കുറയോ? കൂടും. കൂടുമ്പോ ക്യാഷ് മേളില്. മുകളില്. ക്യാഷ് അക്കൗണ്ട് ടു കമ്മീഷൻ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ദെൻ ഡെപ്പോസിറ്റഡ് ഇൻ ടു SBT. നമ്മളെ ബിസിനസ്സിലെ കാശ് എടുത്ത് ബാങ്കിലിട്ടു. ബിസിനസ്സിലെ ക്യാഷ് കൂടുകയോ കുറയോ? കുറയും. ഒരു കൺഫ്യൂഷനും വേണ്ട, കുറയും. മനസ്സിലായോ? ബിസിനസ്സിലെ ക്യാഷ്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറയും. എന്തിലായിട്ടത്? ബാങ്കിൽ. അപ്പൊ ബാങ്ക് അക്കൗണ്ട് അല്ലേ കൂടുന്നേ? അതെ. അപ്പൊ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്. ബാങ്ക് അക്കൗണ്ട് ടു ആണ്. പക്ഷെ ഇവിടെ ബാങ്കിന്റെ പേരെടുത്ത് പറയുന്നുള്ളതുകൊണ്ട് SBT അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ക്ലിയർ അല്ലേ? പക്കേ അല്ലേ? ഇനി അടുത്ത് വിഡ്രോ ഫോർ പേഴ്സണൽ പർപ്പസ്. ഇത് 4FOR ആണ്. വിഡ്രോ ഫോർ പേഴ്സണൽ പർപ്പസ് പറഞ്ഞേ. ഡ്രോയിങ് അക്കൗണ്ട് ആണോ? അതെ, ഡ്രോയിങ്. ഓണർ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വലിക്കുമ്പോൾ ക്യാഷ് കൂടുകയോ കുറയോ? കുറയും. കുറയുമ്പോൾ ക്യാഷ് താഴെ, മുകളില് ഡ്രോയിങ് അക്കൗണ്ട്. ഡ്രോയിങ്. അപ്പൊ ഇത് ശ്രുതി ജോലിക്ക് വന്നു, ശ്രുതി അന്നത്തെ ദിവസം സംഭവിച്ച ട്രാൻസാക്ഷൻസ് ആണ്. ഇതിങ്ങനെ എഴുതാൻ ശ്രുതിക്ക് അറിയാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ സിസ്റ്റത്തിലാക്കണം. നമ്മൾ ഇന്ന് അറിയാമല്ലോ, നമ്മൾ ഒരിടത്ത് മാനുവൽ അക്കൗണ്ടിങ് ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു മെഡിക്കൽ സ്റ്റോർ എടുത്താലും അവിടെ എന്തായിരിക്കും? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയിരിക്കും അല്ലേ? ഇന്ന് ബുക്ക് കീപ്പിംഗ് ഒക്കെ ഉണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ ചെയ്തു പോവുകയാണ്. നമ്മൾ വേറെ ഒന്നും പഠിക്കുന്നില്ല. സ്റ്റെപ്പ് നമ്പർ 1, ഓപ്പൺ ടാലി. എന്ത് ചെയ്യാണ്? ഓപ്പൺ ടാലി ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ. നമുക്കിവിടെ ടാലി ഓപ്പൺ ചെയ്യാൻ പല വഴികളുണ്ട്. നമുക്ക് സെർച്ചിൽ ടാലി എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം. കണ്ടല്ലോ, അപ്പൊ ഓപ്പൺ എന്ന് പറഞ്ഞ് കിടക്കുന്നു. ഓക്കെ. പക്ഷെ നമ്മളൊരു വർക്കഹോളിക് പേഴ്സൺ ആണ്, നമ്മളൊരു പ്രൊഫഷണൽ ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിൻ ടു ടാസ്ക് ബാർ. അപ്പൊ നമ്മുടെ ടാസ്ക് ബാറിൽ എപ്പോഴും അത് കിടക്കും. കണ്ടോ? അപ്പൊ നമ്മൾ ടാലി ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും സ്റ്റാർട്ട് പ്രോഗ്രാം ടാലി അങ്ങനെ എടുക്കരുത്. സെർച്ചിൽ കയറി ടാലി എന്ന് ടൈപ്പ് ചെയ്ത് എടുക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? പിൻ ടു ടാസ്ക് ബാറിൽ ഇട്ടിരിക്കണം. കണ്ടോ? അപ്പൊ നമുക്ക് ആൾട്ട് ടാബ് അടിച്ച അടുത്ത നമ്മുടെ ബാക്കി നമ്മൾ പ്രീവിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പേജിലൊക്കെ പോകാനൊക്കെ പറ്റും. കേട്ടാ? അപ്പൊ പ്രീവിയസ് പേജിലൊക്കെ പോകേണ്ട കീ ഏതാണ്? ആൾട്ട് ടാബ്. മനസ്സിലായോ? എഴുതി വെച്ചോളണം. അപ്പൊ ഞാനിവിടെ ഓപ്പൺ ടാലി ഓപ്പൺ ചെയ്തു. ഓക്കെ. ടാലിയുടെ പേജ് കണ്ടു. ഇത് നിങ്ങളൊന്ന് വായിച്ചേ. ഇതിനെ നമ്മൾ എന്ത് പറയും? ഒരു മിനിറ്റ്. ഇതിനെ നമ്മൾ എന്ത് പറയും? ഗേറ്റ്വേ ഓഫ് ടാലി. ഗേറ്റ്വേ ഓഫ് ടാലി. എന്താ ഗേറ്റ്വേ ഓഫ് ടാലി എന്ന് പറഞ്ഞാല്? ടാലിയുടെ എൻട്രി, ടാലിയുടെ കവാടം. ഓക്കെ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ ഓപ്പൺ ടാലി നമ്മൾ ചെയ്തു. സ്റ്റെപ്പ് നമ്പർ 2 ക്രിയേറ്റ് കമ്പനി. എന്താണ് സ്റ്റെപ്പ് നമ്പർ 2? എന്താണ്? ക്രിയേറ്റ് കമ്പനി. കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ എഴുതി വെച്ചോളണം. Alt+K.
കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിന്റെ കൂടെ എഴുതിക്കൊള്ളണം ഓൾട്ട് പ്ലസ് കെ. കണ്ടോ കണ്ടോ കണ്ടു. കണ്ടോ? അപ്പൊ ഓൾട്ട് പ്ലസ് കെ ഞാനിവിടെ കൊടുക്കുന്നു. ഓൾട്ട് പ്ലസ് കെ കണ്ടോ? ദേ ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ് വന്ന കണ്ടോ? ആ, കാവ്യ കണ്ടോ? കണ്ടു. എൻ്റർ അടിക്കുക. നിങ്ങൾ ചിലപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയിലായിരിക്കും പോകുന്നത് എങ്കിൽ നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ പുതിയൊരു കമ്പനി പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമ്പനി എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ ഓഡിറ്റ് ഫാമിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല. പിന്നെ ദാ ഇവിടെ ശ്രദ്ധിച്ച. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ക്രിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു. താലിയിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ കമ്പനി നെയിം നമ്മൾ കൊടുക്കുകയാണ്. കമ്പനി നെയിം ഞാനിപ്പോ കാവ്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി കൊടുത്തു. പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി കൊടുത്തു. പ്രൈവറ്റ് ലിമിറ്റഡ്. അതിന്റെ മുകളിൽ കണ്ടോ കമ്പനി പാത്ത് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ? സി യൂസേഴ്സ് പബ്ലിക് ടാലി പ്രൈം ഡേറ്റ എന്നൊക്കെ പറഞ്ഞ്. കണ്ടു. അതായത് നമ്മൾ കൊടുക്കുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് നമ്മുടെ സിസ്റ്റത്തിൽ എവിടെ സേവ് ചെയ്യുന്നു എന്നാണ് അവിടെ കാണിക്കുന്നത്. കേട്ടോ? നമുക്ക് അപ്പൊ അത് കോപ്പി ചെയ്ത് ഡിസ്കിലൊക്കെ ആക്കി വെക്കാം. ഓരോ വർഷത്തതും കോപ്പി ചെയ്ത് നമുക്ക് ഡിസ്കിലാക്കി വെക്കാം. കേട്ടോ? കേട്ടു. മെയിലിംഗ് നെയിം നമുക്ക് അത് തന്നെ കൊടുക്കാം. അഡ്രസ്സ് ഏതാണോ കമ്പനിയുടെ ഹെഡ് ഓഫീസിന്റെ അഡ്രസ്സ് അത് കൊടുക്കുക. ഓക്കെ. ഓക്കെ. സ്റ്റേറ്റ് നമ്മൾ കേരള എന്ന് തന്നെ കൊടുക്കുക. കെ കൊടുത്താൽ മതി. സ്റ്റേറ്റിൽ കെ അടിക്കുമ്പം കർണാടകയും കേരളയൊക്കെ വരും. അതിൽ കേരള സെലക്ട് ചെയ്യുക. പിൻകോഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കും. ഉണ്ടെങ്കിലല്ല, പിൻകോഡ് ഉണ്ട് കൊടുക്കണം. ടെലിഫോൺ നമ്പർ കൊടുക്കുക. മൊബൈൽ കൊടുക്കുക. ഫാക്സ്, ഇമെയിൽ, വെബ്സൈറ്റ് എല്ലാം കൊടുക്കുക. നമുക്കിതൊരു എഡ്യൂക്കേഷൻ മോഡായതുകൊണ്ട് ഇതിന്റെ ഡേറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ എന്തായാലും വർക്ക് ചെയ്യാൻ പോകുന്നത് ലൈസൻസ്ഡ് വെർഷനിലായിരിക്കും. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഡേറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന വർഷത്തെ എന്താണ് ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ഓക്കെ. അപ്പൊ അത് കൊടുത്ത് നിങ്ങൾ ഇവിടെ സേവ് ചെയ്യുക. ഇവിടെ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് എന്നാണ് ചോദിക്കുന്നത്. അതെ, നമ്മളിവിടെ അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബിൽ വൈസ് എൻട്രി വേണമെന്ന് ചോദിക്കുന്നു. ഞാനിപ്പോൾ എസ് കൊടുക്കുന്നു. മെയിൻറ്റെയിൻ ഇൻവെന്ററി വേണമെന്ന് ചോദിക്കുന്നു. ഞാൻ ഇപ്പൊ നോയാണ് കൊടുക്കുന്നത്. നമുക്ക് ആദ്യം അക്കൗണ്ട്സ് പഠിച്ചതിന് ശേഷം ഇൻവെന്ററിയിലോട്ട് പോയാൽ മതിയോ? നോ കൊടുക്കുന്നു. പിന്നെ അടുത്തിവിടെ ചോദിക്കുന്നത് GST ആണ്. GST നമ്മളിപ്പോൾ പഠിക്കുന്നില്ല. 1-2 കണക്കുകൾ ചെയ്തിട്ട് നമുക്ക് GST പഠിക്കാം. ഞാനപ്പോൾ നോ എന്ന് കൊടുക്കുന്നു. കണ്ടോ? ഇത്രയും കൊടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? സേവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ബോൾഡ് ആയിട്ട് ഇവിടെ സൈഡിൽ കാവ്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് വന്നുണ്ടോ? കണ്ടു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ ഇനി എന്താ ചെയ്യുന്നത്? നമ്മൾ ക്രിയേറ്റ് കമ്പനി കഴിഞ്ഞു. കമ്പനി എന്ത് ചെയ്തു? നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇത്രയും ഡൗട്ട് ഉണ്ടോ? പക്കയല്ലേ? അതെ. ഇനി നോക്കിയോ. ഇനി സ്റ്റെപ്പ് നമ്പർ 3. ലെഡ്ജർ ക്രിയേഷൻ. എന്താണ് ലെഡ്ജർ? ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ? അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈങ്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജേണൽ. അറിയാലോ നിങ്ങൾക്ക്? റെക്കോർഡിംഗ് ജേണൽ. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഓരോ അക്കൗണ്ടും ഓരോ ക്ലാസിഫിക്കേഷൻ ആണ്. ആണോ അല്ലേ? ഞാൻ കുറച്ച് ലെഡ്ജറുകൾ പറഞ്ഞുതരാം. നിങ്ങൾ അത് കാണാതെ പഠിക്കണം. ഇപ്പൊ ക്യാഷ് അണ്ടർ ഏതിലാ വരുന്നേ? ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് അണ്ടർ ക്യാഷ്. ഒരിക്കൽ പഠിച്ചാൽ മതി, മനസ്സിലിരിക്കും. ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ ബാങ്ക് അണ്ടർ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട്. ദെൻ പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട്. സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട്. റെന്റ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. റെന്റ് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലല്ലേ? അതെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നതെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസും ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസും ആണ്. ഇപ്പൊ വേജസ് ഡയറക്റ്റ് ആണോ? ഡയറക്റ്റ് എക്സ്പെൻസ്. വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിലല്ലേ വരുന്നത്? അതെ. അതെ. കമ്മീഷൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്.
ഇനി ഇതൊക്കെ റിസീവ്ഡ് എന്ന് പറഞ്ഞ് വന്നാലോ? ഇപ്പൊ കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ഇൻകം. ഇൻകം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞു വന്നാൽ ഇൻഡയറക്റ്റ് ഇൻകം. ഇൻകം. ഇൻഡയറക്റ്റ് ഇൻകം. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അപ്പൊ ഇങ്ങനെ കുറെ സാധനങ്ങൾ വരും. നമുക്കത് ഓരോന്നായിട്ട് ചെയ്യുമ്പോൾ അങ്ങ് പഠിച്ചു പോവാം. അത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മയിരിക്കും. ഓക്കെ. പിന്നെ ഈ മിഷനറി, ഫർണിച്ചർ അതൊക്കെ എന്താണ്? ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ്. ഫർണിച്ചർ, മിഷനറി, ലാൻഡ് അതൊക്കെ എന്താണ്? ഫിക്സഡ് അസറ്റ്. ഓക്കെ അല്ലേ കാവ്യ? അറിയാലോ. അറിയാം. ഓക്കെ. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 3 എന്താണ്? സ്റ്റെപ്പ് നമ്പർ 3 ലെഡ്ജർ ക്രിയേഷൻ. എന്താണ്? ലെഡ്ജർ ക്രിയേഷൻ. അപ്പൊ ഒന്നാമത്തെ ലെഡ്ജർ ഇവിടെ ക്യാഷ് അല്ലേ? അതെ. ക്യാഷ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ക്യാഷ് ടാലിയിൽ ഡീഫോൾട്ട് ആണ്. ഡീഫോൾട്ട് ആണ്. ഇവിടെ രണ്ടാമത് ക്യാപിറ്റൽ. അയാൾ എത്ര രൂപ കൊണ്ടുവന്നു? ക്യാപിറ്റൽ കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നു 5 ലക്ഷം. അപ്പൊ നമ്മളിവിടെ ലെഡ്ജർ ക്രിയേഷൻ ചെയ്യേണ്ടത് ഗേറ്റ്വേ ഓഫ് ടാലി. അതിന്റെ പാത്ത് എഴുതി വെക്കണേ. ഗേറ്റ്വേ ഓഫ് ടാലി. ടാലിയിൽ കയറുക. ഗേറ്റ്വേ ഓഫ് ടാലി. ക്രിയേറ്റ് ലെഡ്ജർ. മനസ്സിലായ? ഗേറ്റ്വേ ഓഫ് ടാലി ക്രിയേറ്റ് ലെഡ്ജർ. മനസ്സിലായി. അപ്പൊ ഞാൻ നോക്കിയേ, നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഗേറ്റ്വേ ഓഫ് ടാലിയിലുണ്ട് ക്രിയേറ്റ് ലെഡ്ജർ. ഓക്കെ, ക്ലിയർ? ഇവിടെ നമുക്ക് നോക്കിയാൽ ക്യാഷും ക്യാപിറ്റലും ഉണ്ട്. ആദ്യം ക്യാപിറ്റൽ അല്ലേ ചെയ്യേണ്ടത്? അതെ. കാവ്യ, ഇത് സിമ്പിൾ ആണ്. നമ്മൾ എഴുതിയ ട്രാൻസാക്ഷൻ ഓരോന്നായിട്ട് സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യുകയാണ്. ഓക്കെ. പിന്നീട് നമ്മൾ ഇനി എഴുതേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സിസ്റ്റത്തിലോട്ട് എൻ്റർ ചെയ്ത് തുടങ്ങാം. ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. അപ്പൊ ഇവിടെ നമുക്ക് ക്യാഷ് ഡീഫോൾട്ട് ആണ്. ക്യാപിറ്റൽ അണ്ടർ ഏത് അക്കൗണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ട്. അത് അങ്ങനെ തന്നെ ഉണ്ട്. നമ്മൾ അതിനെ അടിച്ച് സേവ് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തായിട്ട് എന്താ പറയണേ? ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ് ഡീഫോൾട്ട് ആണ്. നമ്മൾ അവിടെ ചെയ്തത് ഫർണിച്ചർ ആണ്. അപ്പൊ ഫർണിച്ചർ അണ്ടർ ഫിക്സഡ് അസറ്റ്. ക്ലിയർ? ക്ലിയർ. ഇനി പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ്. കണ്ടല്ലോ? പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട്. നമുക്ക് ഒരു ബുക്ക് ഉണ്ട്, പർച്ചേസ് ബുക്ക് ഉണ്ട്. പർച്ചേസ് ചെയ്യണമെല്ലാം ആ ബുക്കിൽ എഴുതി വെക്കും. അതുപോലെ തന്നെയാണ് പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസ് എല്ലാം പർച്ചേസ് അക്കൗണ്ടിൽ വരും. മനസ്സിലായോ? പർച്ചേസ് അക്കൗണ്ട്. ഇനി അടുത്ത് എന്താ ഉള്ളത്? സെയിൽസ് അല്ലേ? ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. ഇതല്ലേ? സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട്. ഓക്കെ. ഇനി അടുത്ത് പെയ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഫോർ ഫർണിച്ചർ. നമുക്കറിയില്ല, ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. ഫർണിച്ചറിൻ്റെത് ഇവിടെ നമ്മൾ ചെയ്തു. ഫർണിച്ചറിന്റെ കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇത് രണ്ടാ ചെയ്യാൻ പറ്റില്ല. രണ്ടാ നമ്മൾ ചെയ്താലും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണിക്കുന്നത് കണ്ടോ? ഫർണിച്ചർ. പിന്നെ അതിന്റെ അണ്ടറിൽ മാത്രമേ വരാവൂ. കണ്ടോ? ഡ്യൂപ്ലിക്കേറ്റ് നെയിം ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ടോ? അപ്പൊ ടാലിയിൽ നമുക്ക് തെറ്റൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. മനസ്സിലായോ? മനസ്സിലായി. പിന്നെ അടുത്ത് പെയ്ഡ് റെന്റ് അക്കൗണ്ട് ടു ക്യാഷ്. റെന്റ് എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. റെന്റ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ. ഇനി അടുത്തുള്ള പെയ്ഡ് സാലറി അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. നമ്മൾ ചെയ്തു വരുമ്പോൾ ഐറ്റം നമുക്ക് ഫെമിലിയർ ആവും കേട്ടോ. റിസീവ്ഡ് കമ്മീഷൻ ആണ്. ഇങ്ങോട്ട് കിട്ടിയതാണ് കമ്മീഷൻ. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ടു കമ്മീഷൻ അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇൻഡയറക്റ്റ് ഇൻകം. കാവ്യ മനസ്സിലാവുന്നുണ്ട് സർ. മനസ്സിലാവുന്നുണ്ട്. അപ്പോ കമ്മീഷൻ ഇൻഡയറക്റ്റ് ഇൻകം.
income. Okay. At the deposited into SBT. ബാങ്കിൽ ഇട്ടു. അപ്പൊ ക്യാഷ് ഉണ്ട്, ഇവിടെ SBT അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. SBT അണ്ടർ ബാങ്ക് അക്കൗണ്ട് ആണ്. ബാങ്ക് അക്കൗണ്ട് അല്ലെ, SBT ബാങ്ക് ആണ്. SBT അണ്ടർ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ. ഓക്കെ. ഇനി അടുത്ത് വിഡ്രോ ഫോർ കാഷ്വൽ പർപ്പസ്. അപ്പൊ ഡ്രോയിങ്സ് അണ്ടർ തെറ്റിയാലും കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. ഡ്രോയിങ്സ് അണ്ടർ ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ്. അല്ല, നമ്മള് ഏതിലെന്നാ വലിക്കുന്നത്? നമ്മൾ ഇടുന്ന ക്യാഷിൽ നിന്നല്ലേ വലിക്കുന്നത്. അതെ. ഓണർ 5 ലക്ഷം രൂപ ഇട്ടു, അയാൾ അതിൽ നിന്ന് വലിക്കുന്നു. അപ്പൊ നമ്മളത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ. നിങ്ങള് നമ്മുടെ ബാലൻസ് ഷീറ്റ് പഠിക്കുമ്പോൾ ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് കുറച്ചല്ലേ കാണിക്കും. അതെ. അത് തന്നെയാണ് ഇവിടെയും. Okay. അപ്പൊ നമ്മൾ ഒരു ദിവസത്തെ ട്രാൻസാക്ഷൻ ടാലിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് പഠിച്ചു. നമ്മൾ ട്രാൻസാക്ഷൻ ടാലിയിൽ റെക്കോർഡ് ചെയ്തു. അതാണ് ഏത് സ്റ്റെപ്പ് നമ്പർ 3, ലെഡ്ജർ ക്രിയേഷൻ. ഓക്കെ. ദെൻ നമ്മൾ ഫൈനൽ സ്റ്റെപ്പ് നമ്പർ 4, വൗച്ചർ ക്രിയേഷൻ. എന്താണ് വൗച്ചർ ക്രിയേഷൻ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ടാലിയിലെ വൗച്ചറുകൾ നമുക്കൊന്ന് പരിചയപ്പെടണം. പരീക്ഷയ്ക്കൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഇന്റർവ്യൂവിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് വൗച്ചർ. ഓക്കെ. ടാലിയിൽ എന്തൊക്കെ വൗച്ചർ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ വൗച്ചർ റെസിപ്റ്റ് വൗച്ചർ. എന്താണ്? എന്താ റെസിപ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പറഞ്ഞത്? റെസിപ്റ്റ് ആയിട്ട് കിട്ടുന്ന റെസിപ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞാൽ ഓക്കെ, റെസിപ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൽ ക്യാഷ് ഇങ്ങോട്ട് കിട്ടുന്ന വൗച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിപ്റ്റ് വൗച്ചർ. ബിസിനസ്സിൽ ക്യാഷ് ഇങ്ങോട്ട് കിട്ടുന്ന വൗച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിപ്റ്റ് വൗച്ചർ. ഡൗട്ട് ഉണ്ടോ? അപ്പൊ റെസിപ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞാല് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു നോട്ട് കൊടുക്കാം. എന്താണ്? ഓൾ ഇൻകം ട്രാൻസാക്ഷൻ കൊടുത്തൂടെ? എല്ലാ ഇൻകം ട്രാൻസാക്ഷൻ. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ, റെസിപ്റ്റ് വൗച്ചറിന്റെ കീ ഏതാ? F6. ലാപ്ടോപ്പ് ആണെങ്കിൽ ഫംഗ്ഷൻ കീ പ്ലസ് F6 കൊടുക്കണം, എങ്കിലേ ആക്ടിവേറ്റ് ആവും. കേട്ടാ? ഇനി അടുത്ത് നമ്പർ 2, പേയ്മെന്റ് വൗച്ചർ. പേയ്മെന്റ് വൗച്ചറിന്റെ കീ എന്ന് പറഞ്ഞാൽ F5. ഓൾ പെയ്ഡ് ട്രാൻസാക്ഷൻസ്. ക്ലിയർ? നമ്പർ 3, കോൺട്രാ വൗച്ചർ. F4. എന്താണ് കോൺട്രാ വൗച്ചർ? ക്യാഷും ബാങ്കും ജേണലിൽ ഒരുമിച്ച് വന്നാൽ, ക്യാഷ് ആൻഡ് ബാങ്ക് വന്നാൽ വൗച്ചറാണ്, കോൺട്രാ വൗച്ചറാണ്. ക്ലിയർ ആണോ? അടുത്ത് 4-മത്തത് പർച്ചേസ് വൗച്ചർ. ഓക്കെ. എന്താണ് പർച്ചേസ് വൗച്ചർ? അതായത് നോട്ട് മെൻഷൻഡ് ഗുഡ്സ്. ഇവിടെ നമ്മൾ ഗുഡ്സ് മെൻഷൻ ചെയ്യാത്ത ഒരു പർച്ചേസ് വന്നാൽ, ഗുഡ്സ് ഉണ്ട്. ഗുഡ്സ് മെൻഷൻ ചെയ്യാത്ത
നോട്ട് മെൻഷൻഡ് ഗുഡ്സ്, പർച്ചേസ്ഡ് ഗുഡ്സ്, വെറും ഗുഡ്സ് എന്നൊക്കെ വരുന്നില്ലേ? അതെ. അതൊക്കെ വന്നാൽ പർച്ചേസ് വൗച്ചർ. ഓക്കെ, പക്ഷെ ഗുഡ്സിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പേയ്മെന്റ് വൗച്ചർ ആവും കേട്ടോ. അത് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റ്, കടത്തിന് പർച്ചേസ് ചെയ്താൽ, ക്രെഡിറ്റ് പർച്ചേസ് ചെയ്താൽ നമ്മൾ ഏതിലിടും? പർച്ചേസ് Purchase voucher. അടുത്തത് സെയിൽ വൗച്ചർ. എല്ലാ സെയിൽസ് ട്രാൻസാക്ഷനും, പ്രത്യേകിച്ച് ഗുഡ്സ് നോട്ട് മെൻഷൻ, ഏത് ഗുഡ്സ്, ഇപ്പൊ പർച്ചേസ് സോൾഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? സെയിൽ വൗച്ചർ ആണ്. മനസ്സിലായ? പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽ. ഓക്കെ, ഓക്കെ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല. സോ നമുക്കിനി എൻ്റർ ചെയ്യാമല്ലോ. ശരി. ഓക്കെ, ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നിങ്ങൾ പറയണേ. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. ഇത് ഏത് വൗച്ചർ എന്ന് പറഞ്ഞു? റെസിപ്റ്റ് ആണോ? ബിസിനസ്സിൽ ക്യാഷ് വന്നു. കാവ്യ എന്ത് വൗച്ചറാണ്? റെസീപ്റ്റ് വൗച്ചറാണ്. ആണോ അല്ലേ? അതെ. മനസ്സിലായോ കാവ്യ? മനസ്സിലായി. ബിസിനസ്സിൽ ക്യാഷ് വന്നു, റെസീപ്റ്റ് വൗച്ചർ. കീ പറഞ്ഞേ. F6. F6. ശ്രുതി കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ. ആ. ഇനി രണ്ടാമത്തെ വൗച്ചർ പറഞ്ഞേ. ഫർണിച്ചർ. പേയ്മെന്റ്. നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, പേയ്മെന്റ് വൗച്ചർ. രണ്ടുമൂന്ന് കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ വൗച്ചർ സെറ്റ് ആവും. അപ്പൊ F5. അടുത്ത വൗച്ചർ പറഞ്ഞേ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ് വൗച്ചറിന്റെ കീ F9 കേട്ടോ. ഓക്കെ. F9. അടുത്ത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഏത് വൗച്ചറാ? സെയിൽ വൗച്ചർ. സെയിൽസ് വൗച്ചർ. സെയിൽസ് F8. ഓക്കെ. അടുത്ത പെയ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഫോർ ഫർണിച്ചർ പർച്ചേസ്ഡ് ₹5,000. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുത്തു. പേയ്മെന്റ് ആണോ? ഏത്? പേയ്മെന്റ്. F5. പെയ്ഡ് റെന്റ്. ഏത് വൗച്ചർ? പേയ്മെന്റ് വൗച്ചർ. പേയ്മെന്റ്. പെയ്ഡ് സാലറി. പേയ്മെന്റ്. ഏതാണ്? F5. F5. റിസീവ്ഡ് കമ്മീഷൻ. റെസിപ്റ്റ്. റെസിപ്റ്റ് വൗച്ചർ. Deposited into SBT, cash account Contra SBT voucher. account വൗച്ചർ. ബാങ്കും ക്യാഷും ഒരുമിച്ച് വന്ന് കോൺട്രാ വൗച്ചർ. ലാസ്റ്റത്തെ വൗച്ചർ വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ പർപ്പസ്. ബിസിനസ്സിൽ ക്യാഷ് ഇട്ടപ്പോ ഏത് വൗച്ചർ ആയിരുന്നു? റെസിപ്റ്റ്. തന്നല്ലോ. അപ്പൊ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് എടുക്കുമ്പോൾ പേയ്മെന്റ് വൗച്ചർ. പേയ്മെന്റ്. നമ്മളിന്ന് ക്യാഷ് പോകുന്നതല്ലേ? ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നതല്ലേ? നമ്മളെ ഓണർ എടുത്താലും നമ്മൾ ഓണറിന് കൊടുത്തു എന്നുള്ള രീതിയിലേ നമ്മൾ എഴുതുള്ളൂ. നമുക്ക് വലുത് നമ്മുടെ കമ്പനിയാണ്. ഒരു അക്കൗണ്ടന്റ് എപ്പോഴും അതേ ചെയ്യാവും. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. സോ നമ്മൾ ടാലിയിലോട്ട് പോകുന്നു. നമ്മളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്പർ 4 എന്താണ്? വൗച്ചർ ക്രിയേഷൻ. കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ വൗച്ചർ ക്രിയേഷൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഗെറ്റ് വേ ഓഫ് ടാലി വൗച്ചേഴ്സ്. ടാലിയിൽ കയറുക, വൗച്ചർ എടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഞാനപ്പോ എസ്കേപ്പ് അടിക്കുന്നു. ഗെറ്റ് വേ ഓഫ് ടാലിയിൽ വരും. എപ്പോഴും ഗെറ്റ് വേ ഓഫ് ടാലിയിലാണ് വരേണ്ടത്. വൗച്ചേഴ്സ് ഇവിടെ കിടക്കുന്നു. 4ാമത് കണ്ടോ? എൻ്റർ അടിക്കുക. വൗച്ചർ. ഒന്നാമത്തെ വൗച്ചർ ഏതാ? റെസിപ്റ്റ് വൗച്ചർ. റെസിപ്റ്റ് വൗച്ചർ. അപ്പൊ ഞാൻ കീ കൊടുക്കുന്നു. F6. റെസിപ്റ്റ് വൗച്ചർ ആയി. എൻട്രി ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ എന്നല്ലേ? അതെ. നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ? അപ്പൊ അതുകൊണ്ട് ക്യാപിറ്റൽ വന്ന് കിടക്കുന്നുണ്ടോ? 5 ലക്ഷം അല്ലേ ഫസ്റ്റ്?
ബൈ ക്യാഷ്. മുകളിൽ വരുന്നത് ക്യാഷും താഴെ വരുന്നത് ക്യാഷ്. നരേഷൻ വേണമെങ്കിൽ കൊടുക്കാം, ഞാൻ കൊടുക്കുന്നില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ കൊടുക്കാം. ഒന്നാമത്തെ വൗച്ചറായി കണ്ടോ. കണ്ടു. ഇനി അടുത്ത രണ്ടാമത്തെ വൗച്ചർ. ഏത് വൗച്ചറാണ്? ബൗട്ട് ഫർണിച്ചർ. പേയ്മെന്റ് വൗച്ചർ. പേയ്മെന്റ് വൗച്ചറിന്റെ കീ F5. F5. എൻട്രി എന്ന് പറഞ്ഞ് ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ് തന്നല്ലോ. ഫർണിച്ചർ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എഫ് കൊടുത്താൽ മതി. ഫർണിച്ചർ എമൗണ്ട് എത്ര? 1,20,000 അല്ലേ? അപ്പൊ 1,20,000 കണ്ടോ. എൻട്രി അടിക്കുക, ക്യാഷ്. എൻട്രി അടിക്കുക, സേവ് ചെയ്യുക. ക്ലിയർ. ഇനി അടുത്ത എന്താ ഉള്ളത്? പർച്ചേസ്ഡ് ഗുഡ്സ്. ഏത് വൗച്ചറാ? വെറും ഗുഡ്സ് ആണെങ്കിൽ, ഗുഡ്സ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പർച്ചേസ് വൗച്ചർ. പർച്ചേസ് വൗച്ചർ TF9 ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ ഇവിടെ സപ്ലയർ ഇൻവോയ്സ് ഞാൻ നമുക്കിവിടെ പാർട്ടി നെയിം ഒന്നുമില്ല. അപ്പൊ അതർ വൗച്ചർ അല്ലെങ്കിൽ അതർ മോഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇവിടെ കൺട്രോൾ H അടിച്ചാൽ അത് എഴുതി വെച്ചോളണം. മോഡ് മാറ്റാനായിട്ട് കൺട്രോൾ H അടിക്കുക. ഞാൻ ആസ് വൗച്ചർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഇത് ഒന്നാമത്തെ പർച്ചേസ് ആയതുകൊണ്ട് ഞാൻ ബിൽ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് എന്നല്ലേ? അപ്പൊ 2 എന്നുള്ളത് ക്യാഷ് ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. എമൗണ്ട് എത്ര? 3 ലക്ഷം. 3,50,000. ഇതൊക്കെ ജസ്റ്റ് അടിച്ചങ്ങ് പോവുക. 3,50,000. ഓക്കെ, ബൈ പർച്ചേസ്. ഓക്കെ, ഇനി അടുത്ത എൻട്രി എന്താണ്? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. വൗച്ചർ ഏത്? സെയിൽസ് വൗച്ചർ F8. ഓക്കെ, അപ്പോൾ സോൾഡ് ഗുഡ്സ് ആകുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. പാർട്ടി നെയിം ഒന്നും ഇവിടെ ഇല്ല. നമ്മളപ്പോൾ എന്ത് ചെയ്യുന്നു? ചേഞ്ച് മോഡ് മാറ്റി ആസ് വൗച്ചർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് അല്ലേ മോളിൽ? അപ്പൊ ക്യാഷ് ബൈ ക്യാഷ് തന്നെയാണ്. എമൗണ്ട് എത്രയുടെ? 3 ലക്ഷം. 3 ലക്ഷം. 3 ലക്ഷം. ക്ലിയർ. ഇല്ല. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അതും പേയ്മെന്റ് വൗച്ചർ ആണല്ലോ. F5. ഓക്കെ, ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ് അല്ലേ? ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഫർണിച്ചറിന് വേണ്ടിയിട്ടല്ലേ ചിലവാക്കിയത്? അതെ. അപ്പൊ നമ്മളിവിടെ ഫർണിച്ചർ എമൗണ്ട് എത്രയാണ്? 5,000 അല്ലേ? അവിടെ ഫർണിച്ചറിന്റെ കറണ്ട് ബാലൻസ് 1,20,000 എന്ന് കാണിക്കുന്നുണ്ടോ? ഇവിടെ കാണിക്കുന്നുണ്ടോ? അപ്പൊ നമ്മള് ഈ എക്സ്പെൻസ് കൂടി കൊടുക്കുമ്പം അത് എത്രയാവും? 1,25,000 ആവും. കണ്ടോ? 2 ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇനിയുള്ള ക്യാഷാണ് 3,25,000 കേട്ടോ. നമുക്കതെല്ലാം അപ്പ അറിയാനായിട്ട് പറ്റും. ചെലവ് വരും തോറും ഇനി മിച്ചം ഉണ്ടെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാനായിട്ട് പറ്റും. അതാണ് ടാലി. ഓക്കെ, അടുത്ത പെയ്ഡ് റെന്റ്. പെയ്ഡ് റെന്റ് ഏത് വൗച്ചർ? പേയ്മെന്റ് വൗച്ചർ അല്ലേ? അപ്പൊ ഞാൻ F5 എടുക്കുന്നു. റെന്റ് അക്കൗണ്ട് ടു ക്യാഷ്. റെന്റ് നേരത്തെ നമ്മൾ ലെഡ്ജർ ചെയ്തതിലുണ്ട്. എമൗണ്ട് എത്ര? പെയ്ഡ് റെന്റ് 2,000. ക്യാഷ്. ഡൗട്ട് ഉണ്ടോ? അടുത്തത് എന്താണ്? പെയ്ഡ് സാലറി 4,000. പേയ്മെന്റ് വൗച്ചർ. പേയ്മെന്റ് വൗച്ചർ തന്നെയാണ് കിടക്കുന്നത്. സാലറി എസ് കൊടുക്കുന്നു. ഇതാ വന്നു. സാലറി 4,000 ക്യാഷ്. ക്ലിയർ. റെസീവ്ഡ് കമ്മീഷൻ. കമ്മീഷൻ ഇങ്ങോട്ട് കിട്ടി. അതെന്ത് വൗച്ചറാണ്? റെസിപ്റ്റ് വൗച്ചർ അല്ലേ? റെസിപ്റ്റ് വൗച്ചർ F6. ക്യാഷ് അക്കൗണ്ട് ടു കമ്മീഷൻ. 2 കമ്മീഷൻ സി കൊടുക്കുക. കമ്മീഷൻ ദാ വന്നു. എമൗണ്ട് എത്രയുടെ? 2,000 അല്ലേ? അതെ, 2,000 കൊടുക്കുക. എൻട്രി അടിക്കുക, ക്യാഷ്. ഓക്കെ, ഇനി അടുത്ത ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഏത് വൗച്ചറാണ്? 3 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. F4.
ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അതെ. അല്ലേ? അപ്പൊ ടു ക്യാഷ് 3 ലക്ഷം ബൈ ബാങ്ക്, അതായത് SBT. ഇത് ബാങ്ക് ആയതുകൊണ്ടാണ് നോട്ടിന്റെ ഡിനോമിനേഷൻ ഒക്കെ ചോദിക്കുന്നത്. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. ഓക്കെ, ഇനി അടുത്ത് എന്താ ഉള്ളത്? വിഡ്രോ ഫോർ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് അതെ. 3000 അല്ലേ? അത് Payment ഏത് voucher. പേയ്മെന്റ് വൗച്ചർ അല്ലേ? F5. F5 ഡ്രോയിങ്സ് 3000 ക്യാഷ് എല്ലാം കൊടുത്തു. കൊടുത്തല്ലോ. ഇനി ഇതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടു. കണ്ടോ നിങ്ങൾ? ക്ലോസിംഗ് സ്റ്റോക്കിന് നമുക്ക് വൗച്ചറിൽ ചെയ്യാൻ പറ്റൂല, നമ്മൾ ലെഡ്ജറിൽ തന്നെ ചെയ്യണം. നമ്മൾ ക്രിയേറ്റ് ലെഡ്ജർ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ സ്റ്റോക്ക് ഇൻ ഹാൻഡ് വേണമെങ്കിൽ എഴുതി വെച്ചോളണം. ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ സ്റ്റോക്ക് ഇൻ ഹാൻഡ്. ഇത് നമ്മളത് സേവ് ചെയ്യുന്നു. ആ എമൗണ്ട് എത്രയാ? ലെഡ്ജർ സേവ് ചെയ്തേ എമൗണ്ട് 1 ലക്ഷം അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ എമൗണ്ട് കൊടുക്കാനായിട്ട് ക്ലോസിംഗ് സ്റ്റോക്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എമൗണ്ട് കൊടുക്കാൻ പറ്റില്ല. ഡേറ്റ് കൊടുത്ത എമൗണ്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. എമൗണ്ട് കൊടുക്കാനായിട്ട് ഗേറ്റ്വേ ഓഫ് ടാലി, ഓൾട്ടർ ലെഡ്ജർ. എല്ലാ ലെഡ്ജർ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഓൾട്ടർ ചെയ്യാൻ പറ്റുന്നത്. അതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കുക, അണ്ടർ സ്റ്റോക്ക് ഇൻ ഹാൻഡ് കറക്റ്റ് തന്നെയാണ്. ഓപ്പണിംഗ് ബാലൻസ് ഇല്ല നമുക്ക്. ക്ലോസിംഗ് ബാലൻസ് എന്ത് കൊടുക്കുക? 31 മാർച്ചിലല്ലേ തീരണേ? 31 മാർച്ച് 2025 ശരിയല്ലേ? എമൗണ്ട് എത്ര? 1 ലക്ഷം അല്ലേ? 1 ലക്ഷം കൊടുത്തു. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് എൻ്റർ ആയി. ഇത്ര എൻ്റർ ചെയ്യുന്നതിൽ ഡൗട്ട് ഉണ്ടോ? ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം നമ്മൾ ജേണലൊക്കെ എഴുതി. അന്ന് നമ്മൾ ഇനി എഴുതേണ്ട കാര്യമില്ല. നമ്മൾ നോർമലി ഫസ്റ്റ് കണക്കായിട്ട് നമ്മൾ എഴുതിയതാണ്. ഓപ്പൺ ടാലി സ്റ്റെപ്പ് നമ്പർ 1 ഓപ്പൺ ടാലി നിങ്ങൾക്ക് അറിയാം. ഈ സ്റ്റെപ്പ് നമ്പർ നിങ്ങൾക്ക് അറിയാം. ഓപ്പൺ ടാലി നിങ്ങൾക്ക് അറിയാം. ഓൾട്ട് പ്ലസ് കെ അറിയാലോ? സ്റ്റെപ്പ് നമ്പർ 2 കമ്പനി ക്രിയേറ്റ് അറിയാലോ? സോറി, ഓപ്പൺ ടാലി അല്ല, കമ്പനി ക്രിയേറ്റ് ആണ്. ഓൾട്ട് പ്ലസ് കെ അറിയാലോ? ലെഡ്ജർ ക്രിയേഷൻ അറിയാം. 1-2 കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഏതൊക്കെ ഏതിന്റെ അണ്ടറിലൊക്കെ വരുമെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ വൗച്ചർ അതും നിങ്ങളിപ്പോ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. അത് 1-2 കണക്ക് ചെയ്യുമ്പോൾ തറവാവും. എന്നല്ലോ. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് എടുക്കുക. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഗെറ്റ്വേ ഓഫ് ടാലിയിൽ ബി എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ? നമ്മൾ ചെയ്ത എല്ലാം വന്നുണ്ടോ? 4,97,000 കണ്ടോ? നമ്മൾ ടാലിയിൽ എന്താണ് ട്രേഡിംഗ് അക്കൗണ്ടോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ബാലൻസ് ഷീറ്റോ ഒന്നും ചെയ്യേണ്ട. ടാലിയിൽ ഡീഫോൾട്ട് ആയിട്ട് വന്നോളും. മനസ്സിലായോ? ഇനി അന്നത്തെ ബില്ലൊക്കെ നിങ്ങളിൽ കാണുമല്ലോ. നിങ്ങളൊരു നല്ലൊരു അക്കൗണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡി ക്ലിക്ക് ചെയ്യുക, ഡിസ്പ്ലേ. അതിൽ ഡേ ബുക്ക് എടുക്കുക. ഡേ ബുക്ക് എടുക്കുക. കണ്ടോ? അന്നത്തെ ഫുൾ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായ? ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ കയറി നോക്കാനൊക്കെ പറ്റും കേട്ടാ. ഏതിന്റെയൊക്കെ എമൗണ്ട് മാറി കിടക്കണമെങ്കിൽ അതിൽ തന്നെ അതിന്റെ മണ്ടയിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എൻ്റർ അടിക്കുക. കണ്ടോ? ഇവിടെ വെച്ച് നിങ്ങൾക്ക് അതിനെ എഡിറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. കണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇങ്ങനെയാണ് നമ്മളൊരു ബേസിക് ട്രാൻസാക്ഷൻ സിസ്റ്റത്തിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് 1-ാം തീയതി മുതൽ ഒരു 20-25-ാം തീയതി വരെയുള്ള പ്രധാനപ്പെട്ട ജോലി. അക്കൗണ്ടിങ് നമുക്കറിയാം ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിങ്. ആദ്യം റെക്കോർഡിങ് ക്ലിയർ ആയിരിക്കണം. നമുക്ക് അക്കൗണ്ടിങ് എപ്പോൾ വേണോ തെറ്റാം, പക്ഷെ നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നത് ഏത് നോക്കിയാ? നമ്മുടെ റെക്കോർഡിങ് നോക്കിയിട്ടാണ്. അപ്പൊ റെക്കോർഡിങ് എപ്പോഴും എന്തായിരിക്കും? സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിന് വരുമ്പം ഇപ്പൊ ഈ PDF ഞാൻ അയച്ചു തരും. ആ ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾ അവിടെ വന്നിട്ട് എഴുതിയാൽ മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സ്റ്റെപ്പൊക്കെ ആ ബുക്കിലാണ് എഴുതേണ്ടത്. ഓക്കെ, ഇത് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഒരു തവണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയിരുന്നല്ലോ? അപ്പോൾ